ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദഹി വടൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാ ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത്. ഇതിൽ ഞാൻ കുറച്ച് സോസും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ തൈരും ഇതൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ദഹി വട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ദഹി വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വടക്കുള്ള മാവ് ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉഴുന്നുവടക്കൊക്കെ അരച്ചെടുക്കുമ്പോൾ എപ്പോഴും ഈ മിക്സിയുടെ ചെറിയ ജാറാണ് നല്ലത്. അതാകുമ്പോൾ വെള്ളമില്ലാതെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ ബാച്ച് അരക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് അരക്കുന്നുണ്ട്. അപ്പോൾ ആ വടക്കൊരു ചെറിയൊരു സ്പൈസി, കുറച്ചൊരു ചെറിയൊരു എരിവും ഉണ്ടാവും. പിന്നെ അതുപോലെ ആ ഇഞ്ചിയിലൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളം കൂടി പോവാതിരിക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അരഞ്ഞു വരണം. ഇത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നുവടക്കുള്ള എല്ലാ മാവും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് വരണം. നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോഴാണ് നമ്മൾ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നല്ല മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വടയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ വടകളായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ വട എപ്പോഴും നമ്മൾ ഉഴുന്ന് കയ്യിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കിയതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ഉഴുന്നെടുക്കുമ്പോൾ നമുക്ക് കൈമ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് വട ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ദഹി വടക്ക് അങ്ങനെ ഷേപ്പൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഹോള്, സെൻറ്ററിൽ ഹോള് വേണമെന്നൊന്നുമില്ല. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെക്കും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഉള്ളു വേവാതെ ആയി പോവും. അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ ഉഴുന്നുവടയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂണോളം മതി. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓരോ വടകൾ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. എല്ലാം കുറച്ച് നേരം ഒന്നും ഇങ്ങനെ വെച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒന്ന് കുറച്ച് ഇറങ്ങണം. ഈ വെള്ളത്തിൽ ഇങ്ങനെ വട വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള വടയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വടയും നമ്മളിവിടെ അതുപോലെ വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ വട.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തൈരിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിന് പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. ഇത് ഏകദേശം ഒരു 2 കപ്പ് തൈരുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തൈരിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ ഈ തൈരിൻ്റെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വട സോക്ക് ചെയ്ത് വെക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ദഹി വട ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ വടകളായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ വടകളായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഈ തൈരിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം ഈ വട. ഈ വടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ തൈര് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ വടക്ക് ഈ തൈരിൻ്റെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഈ വടക്ക് ഒന്നൊരു ഡബിൾ സൈസ് ആയിട്ട് വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് സീസണിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, കടുക്, ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 1/4 ടീസ്പൂണ് ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്. ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദഹി വടൻ്റെ മിക്സിലേക്ക് ഒഴിക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടാം. ഇനി നമുക്ക് ദഹി വടൻ്റെ മിക്സിലേക്ക് ഒഴിക്കാം. ഇനി ഒന്നത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ദഹി വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വേണ്ട സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസും പിന്നെ അതുപോലെ കുറച്ച് സേവൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദഹി വട നന്നായിട്ട് ആ തൈരിലൊക്കെ ഒന്ന് സോക്കായിട്ടുണ്ട്. നന്നായിട്ട് ഈ തൈരൊക്കെ നമ്മുടെ വടക്ക് തൈര് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിതുപോലത്തെ ഒരു മണ്ണിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ വടകളായിട്ട് നമുക്ക് ഇതിലാദ്യം സെറ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓരോ വടകളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ തൈരും വടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും പിന്നെ അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് നമ്മുടെ ഇംലിയും ഡേറ്റ്സും കൂടി ഉള്ളൊരു സോസാണിത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് ഇതിലേക്ക്. അപ്പോൾ ഇതുകൂടെ കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സോസിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈത്തപ്പഴം പുളിയും കൂടി കൂടിയിട്ട് ചേർന്നിട്ടുള്ളൊരു
സോസാണിത്. നല്ല ടേസ്റ്റാണ്. ഇതും തൈരും കൂടെ വരുമ്പോൾ നമ്മുടെ വടക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് മുകളിൽ കുറച്ച് സേവ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ച് കടലപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നൂൽപുട്ടിൻ്റെ അച്ചിൽ ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ചൂടുള്ള എണ്ണയ്ക്കൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദഹി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തായുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.